ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. സിലു ടോക്സിന്റെ സംഭവം യൂട്യൂബിൽ നിങ്ങൾക്ക് ഇപ്പോൾ എല്ലാവർക്കും അറിയാൻ മേലാത്ത ആരും തന്നെ കാണില്ല. സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നവർക്കറിയാം, കാരണം അവരത്ര ഹൈ ആയിട്ട് നിൽക്കുന്ന ഒരു ചാനലാണ്. രണ്ടാമത് ഇപ്പം ആരുടെയും അങ്ങനെ സ്വകാര്യ കാര്യങ്ങളൊക്കെ ആകുമ്പം അത് അറിയാൻ ആൾക്കാർക്ക് താല്പര്യമുണ്ട്. അതുകൊണ്ട് തന്നെയൊക്കെ അതെല്ലാം ചർച്ചയാണ് ഇപ്പം. പക്ഷെ പുള്ളിക്കാരത്തി വീഡിയോ ഇട്ടിട്ട് ഹസ്ബൻഡുമായിട്ട് വേർപിരിയുന്ന കാര്യമൊക്കെ പറഞ്ഞ് ഒറ്റയ്ക്കാണെന്നൊക്കെ പറഞ്ഞ് വീഡിയോ ഇട്ടിട്ട് ആരും എടുത്ത് റിയാക്ട് ചെയ്തതെന്ന് പറഞ്ഞുകൊണ്ട് ഞാനെടുത്ത് റിയാക്ട് ചെയ്തില്ല. പിന്നെ റിയാക്ട് ചെയ്തവരെ പിന്നെ പുള്ളിക്കാരത്തി പച്ചയിറച്ചി തിന്നുക അതായതാന്നെല്ലാം പറയുന്നുണ്ട്. എനിക്കതിനോട് വലിയ യോജിപ്പില്ല. നമ്മൾ സോഷ്യൽ മീഡിയ കൊണ്ട് ഇട്ട് കഴിഞ്ഞിട്ട്, അതായത് അത്രയ്ക്ക് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ കൊണ്ടാണ് ഇടുന്നത് യൂട്യൂബിൽ. എന്നിട്ട് പിന്നെ ആരേലും എടുത്ത് അവരുടെ അഭിപ്രായം പറയുന്നതിന് അയ്യോ അതൊന്നും പറയല്ലോ, നിങ്ങൾ മിണ്ടരുത്, ഞാൻ എന്തും പറയും, അതിലൊന്നും കാര്യമില്ലല്ല. പിന്നെ പറയാതിരിക്കണം, അത്രയേ ഉള്ളൂ. അപ്പം അവരുടെ ബ്ലോഗ് എന്ന് പറഞ്ഞാൽ തന്നെ അവരുടെ എല്ലാ കാര്യങ്ങളുമാണ്. പണ്ട് ഞാൻ ആ ബ്ലോഗൊക്കെ കണ്ടിരുന്നു, പിന്നെ അങ്ങനെ കണ്ടിട്ടില്ല കേട്ടോ. ഇഷ്ടമില്ലാണ്ടല്ല, പിന്നെ കണ്ടില്ലെന്ന് മാത്രമേ ഉള്ളൂ. ഫാമിലി വ്ളോഗിനോട് വലിയ താല്പര്യം എനിക്കില്ലാത്തതുകൊണ്ട് ഞാൻ കാണാറില്ലെന്നേ ഉള്ളൂ. ഈ അടുത്തുണ്ടായ വിഷയം നിങ്ങൾക്കറിയാമല്ലോ, അവർ ഭാര്യയും ഭർത്താവും തമ്മിൽ വേർപിരിയുന്നു. അപ്പം ഇപ്പം ഈ വീഡിയോ ചെയ്യാൻ കാര്യം, സിലുവിൻ്റെ ഹസ്ബൻഡ് വന്ന് സുലു ട്രേഡേഴ്സ് എന്ന് പറഞ്ഞൊരു ചാനലും തുടങ്ങി പുള്ളിക്കാരൻ്റെ ബിസിനസ്സിലുള്ള സാധനങ്ങളെല്ലാം വിൽക്കാൻ വേണ്ടി യൂട്യൂബിൽ പറയുകയാണ് ചെയ്യുന്നത്. അത് പറയുന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ അവരുടെ ലൈഫിനെ കുറിച്ചൊന്നും പറയുന്നില്ല. പക്ഷേ ഒരു കാര്യം മനസ്സിൽ തട്ടി നമുക്ക് തോന്നും, എല്ലാം വിറ്റ് ബിസിനസ്സും എല്ലാം നിർത്തി. ആൾക്കാർ കമൻറ്റിൽ പറയുന്ന വീട് വിൽക്കരുതെന്ന്. എല്ലാം വിറ്റ് പുള്ളിക്കാരൻ വിദേശത്തേക്ക് പോകാനുള്ള പ്ലാനാണ്. അപ്പോൾ ഒരു ജീവിതം ഒരു പരുവമായി. നമ്മൾ കണ്ടുകൊണ്ടിരുന്ന ഒരു ഫാമിലിയാണ്. ഇതൊക്കെ കാണുമ്പോൾ നല്ല വിഷമം തോന്നുന്നുണ്ട്. എന്നാൽ തുടക്കം കണ്ടു വരുന്നുണ്ട്. പിന്നെ നമുക്ക് സ്റ്റാൻഡോടെ വരുന്നതുണ്ട്. സ്റ്റാൻഡോടെ വരുവാണെങ്കിൽ നമുക്ക് സ്റ്റാൻഡിന് വേറെ ഇതേ 2500 വരും. അപ്പോൾ രണ്ടും പാടെ വേറെ എക്സ്ട്രാ വരും സ്റ്റാൻഡിന്. നമ്മൾ തൂക്കിയിട്ടാണ് ഊനാലെ തൂക്കിയിട്ടാണെങ്കിൽ നമുക്ക് 100-200 കിലോ വരെ വെയിറ്റ് താങ്ങും. ഇത് സ്റ്റാൻഡിലാകുമ്പോൾ ഒരു 100 കിലോൻ്റെ ഉള്ളിൽ താങ്ങുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഏതാ വേണ്ടതെന്നുണ്ടെങ്കിൽ വാട്സപ്പ്, എത്രയും പെട്ടെന്ന് വാട്സപ്പ് ചെയ്യുക. നമ്മൾ മുകളിൽ സ്റ്റോക്ക് ഉണ്ട്, അതും കൂടി ഞാൻ കാണിച്ചു തരാം. അപ്പോൾ എത്രയും പെട്ടെന്ന് വേണ്ടവർ ഓർഡർ ചെയ്യണേ. അപ്പോൾ ഊനാലെ മുകളിലത്തെ സ്റ്റോക്ക് ഇതൊക്കെയാണ്. നമ്മുടെ ബ്ലാക്ക്, റെഡ്, അതുപോലെ തന്നെ ബ്ലൂ, എല്ലാ കളറുകളുണ്ട്. അതുപോലെ തന്നെ ഏത് വേണമെങ്കിൽ കുഷൻ നിങ്ങൾക്ക് ഇടാം. ഇന്ന കുഷൻ തന്നെ വേണമെന്നില്ല. നിങ്ങൾക്ക് ബ്ലാക്കിന് വേറെ കളർ വേണമെങ്കിൽ വേറെ കളർ കുഷനുകളും തരും. അതുപോലെ തന്നെ ബ്ലൂവിന് ബ്ലൂ തന്നെ വേണമെന്നില്ല, ബ്ലാക്ക് വേണമെങ്കിൽ ബ്ലാക്ക് തരും. അപ്പോൾ ഏത് കുഷന് വേണമെങ്കിലും തരും. അപ്പോൾ കേരളത്തിൽ എല്ലാവർക്കും ഞങ്ങൾ അയച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ 40 പീസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ എത്രയും പെട്ടെന്ന് വേണ്ടവർ ഓർഡർ പറഞ്ഞാൽ വാട്സപ്പ് ചെയ്തോളൂ. കാരണം ഈ ഓഫറിന് നമുക്ക് കിട്ടില്ല. സ്റ്റാൻഡ് വേണ്ടവർക്ക് സ്റ്റാൻഡ് ഇടാം. എല്ലാവരും നമുക്ക് തൂക്കുന്നതാണ് ഏറ്റവും നല്ലത്. മൂക്കിൽ തൂക്കിക്കഴിഞ്ഞ് പറഞ്ഞാൽ നമുക്ക് നല്ല വെയിറ്റ് താങ്ങും. 200 കിലോ വരെ വെയിറ്റ് താങ്ങാറുണ്ട്. അപ്പോൾ ഏതാ വേണ്ടെന്നുള്ള നിങ്ങൾ എത്രയും പെട്ടെന്ന് വാട്സപ്പ് മെസ്സേജ് അയക്കുക. ഇദ്ദേഹത്തിൻ്റെ കാര്യങ്ങളൊന്നും അദ്ദേഹം പറയുന്നില്ല. പക്ഷേ എന്നാൽ കമൻറ്റ് ബോക്സ് നോക്കിയപ്പം എനിക്കും തോന്നി ഈ ഒരു കാര്യം തന്നെ ജനങ്ങളെല്ലാവരും കമൻ്റ് ഇട്ടിരിക്കുന്നത് കേട്ടോ. ഈ ഒരു ഉഷാർ, സംസാരത്തിലെ ഒരു ഉഷാർ ശ്രദ്ധിച്ചോ? ഇത് നിങ്ങൾ നേരത്തെ കാണിച്ചിരുന്നുവെങ്കിൽ നിങ്ങളുടെ ജീവിതം ഇങ്ങനെ ആവില്ലായിരുന്നു എന്നുള്ള ഒരു കമൻറ്റ്. ഇനി അത് പോട്ടെ, അവരുടെ ഇടയിൽ എന്താണെന്ന് നമുക്കറിയില്ല, സൗണ്ട് ഇല്ലാതെ. ഏതായാലും സിലുവിൻ്റെ കൂടെ ഇരുന്ന് ഈ ഇദ്ദേഹം സംസാരിക്കുമ്പോൾ വായി നാക്കൊണ്ടോന്ന് തപ്പി നോക്കണമെന്നുള്ള പറയല്ലേ, ആ ഒരു അവസ്ഥയിലാണ്. നേരെ ഓപ്പോസിറ്റ് പോലത്തെ ഒരു വ്യക്തിയാണ്. നമ്മളപ്പോൾ ഈ സോഷ്യൽ മീഡിയ കാണുന്ന ഒന്നുമല്ല സത്യം എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാകേണ്ടത്. ഇദ്ദേഹത്തിൻ്റെ വ്യക്തിത്വം അറിയണം, ഇദ്ദേഹത്തിൻ്റെ സംസാരം ഇപ്പോൾ ശ്രദ്ധിച്ചു. നല്ല യൂട്യൂബ് പോയി എടുത്ത് ആ വീഡിയോ എടുത്ത് കാണണം. നല്ല സ്പീഡിൽ നല്ല എനർജിയോടെ നല്ല പോലെ സംസാരിക്കുന്നു. പക്ഷെ നമ്മൾ കണ്ടിരിക്കുന്ന ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ആകെ ഒരു ഉഷാറില്ലാതെ ഒരു ആടി തൂങ്ങിയിരിക്കുക എന്നൊക്കെ പറയുന്ന പോലെ അങ്ങനത്തെ ഒരു വ്യക്തി. കമന്റ് ബോക്സിൽ ഒരാളെ തമാശയായിട്ടിരിക്കുന്നു, ഇദ്ദേഹം ഇത്രയും എനർജിയൊക്കെ ഉണ്ടായിരുന്നോ എന്നൊക്കെ ചോദിച്ചു. അപ്പൊ കമന്റ് ബോക്സിൽ ആൾക്കാർ പറയാ ഉണ്ടായിരുന്നു, ഇതിനു മുന്നേ ഉള്ളതാണ്, രാത്രിയിലാണ് പുള്ളിയുടെ എനർജി എന്ന്. 5 മക്കളുള്ളതിനെ പറ്റി കളിയാക്കി പറയുന്ന അതൊക്കെ ശരിയല്ല. എന്നാലും ജനം കമന്റ് ഇടുന്നതല്ലേ, നമുക്കൊന്നും പറയാൻ പറ്റില്ല. അടുത്തത് കേൾക്കാം. കാരണം 40 പീസേ ഉള്ളൂ. ഈ വിലക്ക് ഇനി ഒരിക്കലും കിട്ടില്ല. ഒന്നാമത് ഈ വീഡിയോ നമ്മൾ കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത് പെട്ടെന്ന് കാലിയാക്കുന്നത്. 2-3 ആൾക്കാർ വന്ന് നോക്കി നോക്കാനുള്ള സൗകര്യമൊക്കെ സൗകര്യം ഇല്ലാത്തത് കൊണ്ടാണ് എത്രയും പെട്ടെന്ന് ഈ സാധനം കൊടുക്കുന്നത്. കാരണം മുകളിൽ ഫുള്ളായിട്ട് ഫില്ലാക്കിയിടുന്നത്. അപ്പോൾ നോക്കാനുള്ള ബുദ്ധിമുട്ടൊക്കെ കൊണ്ടാണ് ഇത്രയും പെട്ടെന്ന് കൊടുക്കുന്നത്. അപ്പോൾ വേണ്ടവർ മെസ്സേജ് അയക്കുക. പിന്നെ അതുപോലെ തന്നെ ഞാൻ പ്രവാസിയാണ്, ഗൾഫിൽ നിന്ന് വന്ന ആളാണ്. അപ്പോൾ അങ്ങോട്ട് തന്നെ പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ കുറച്ച് മാസങ്ങളുണ്ടാവും. അപ്പോൾ അതൊരു കടകാലിയാക്കാൻ വേണ്ടിയൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇടാമെന്ന് ഉദ്ദേശിക്കുന്നുണ്ട്. വലിയ നല്ല ഓഫർ ഉണ്ടാവും. അതുപോലെ ഈ സാധനങ്ങൾ നമ്മൾ പാർസൽ അയക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും നമ്മുടെ ഉണ്ട്. അപ്പോൾ അതും പാർസൽ അയക്കാൻ പറ്റുകയാണെങ്കിൽ അയക്കാം. അപ്പോൾ അതുപോലെ തന്നെ ചാരിറ്റി വീഡിയോ, ഉള്ള കാലത്ത് ചാരിറ്റി വീഡിയോ ഉണ്ട്. ചാരിറ്റി വീഡിയോ ചെയ്യാൻ പറ്റുമെങ്കിൽ അതും ചെയ്യാം. അപ്പോൾ എനിക്ക് നേരത്തെ ഒരു ചാനൽ ഉണ്ടായിരുന്നു,
അതിൽ ഓപ്പറേറ്റിംഗ് ആണെന്നല്ല, വേറെ ആൾക്കാരാണ് ഓപ്പറേറ്റിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് ആ ചാനൽ ചോദിക്കാനുള്ള അവകാശമില്ലാതായിപ്പോയി. അപ്പോൾ ആ ചാനലിൽ ഞാൻ നേരത്തെ വീഡിയോ കുറേ ഇട്ടുണ്ടായിരുന്നു, ഞാൻ തനിച്ചിട്ടുണ്ടായിരുന്നു വീഡിയോയിൽ. ഓപ്പറേറ്റിംഗ് കാര്യങ്ങളൊക്കെ അവരാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്, അതുകൊണ്ട് എനിക്ക് അതിൽ പറയാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ഈ ചാനൽ സീറോയിൽ നിന്നാണ് തുടങ്ങുന്നത്, വട്ടപൂജ്യത്തിൽ നിന്നാണ് തുടങ്ങുന്നത്. അപ്പോൾ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഇനി മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഇനി ഈ ചാനൽ മുന്നോട്ട് പോയി ഇതിൽ കുറേ കാര്യങ്ങളെക്കുറിച്ച് ചെയ്യാമെന്നുണ്ട്. ഒരു ചാരിറ്റിയൊക്കെ പോകണ ഉള്ളവരെ കുറേ ചാരിറ്റിയും അതുപോലെ തന്നെ നല്ല ഓഫർ, നിങ്ങൾക്ക് ഗുണം കിട്ടുന്ന ഓഫർ ഉണ്ടെങ്കിൽ, ഏതെങ്കിലും കടക്കാർ കാര്യമാക്കുന്നുണ്ടെങ്കിൽ അവർ പറയും അവർക്ക് ഫ്രീ ആയിട്ട് പ്രൊമോഷൻ പറഞ്ഞാൽ ഫ്രീ ആയിട്ട്, പ്രൊമോഷൻ ക്യാഷിലാണ്ട് ഫ്രീ ആയിട്ട് ഇട്ട് കൊടുക്കാനുള്ള സംവിധാനം പറഞ്ഞിട്ടുണ്ട്. ഫ്രീ ആയിട്ട് ഇട്ടേക്കാന്ന് രണ്ടാൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇട്ട് കൊടുക്കാനുള്ള അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാനുള്ള ഇതിലാണ് നിൽക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ എല്ലാ സപ്പോർട്ട് വേണം, നിങ്ങളുടെ സപ്പോർട്ടുകളേ നടക്കുകയുള്ളൂ. അപ്പോൾ സപ്പോർട്ടെന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് പിന്നെ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, പറ്റുകയാണെങ്കിൽ ആർക്കെങ്കിലും ഷെയർ ചെയ്യുക. അങ്ങനെയൊക്കെ ചെയ്താലേ എനിക്ക് ഇനി മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. എനിക്ക് നിങ്ങളിപ്പോൾ മാത്രമേ ഉള്ളൂ എന്നാണ് എൻ്റെ അവസ്ഥ. എല്ലാവർക്കും അറിയാം, കൂടുതലൊന്നും ഞാൻ പറയേണ്ട ആവശ്യമില്ല. കാരണം സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ എവിടെ കൊണ്ട് ചോദിച്ച് നടക്കുന്ന കാലഘട്ടമാണ്. എന്തായാലും വേറെ ഒന്നും എനിക്കിപ്പോൾ പറയാനില്ല. അപ്പോൾ ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. അസ്സലാമു അലൈക്കും. പുള്ളിക്കാരൻ്റെ സംസാരം കേൾക്കുമ്പോഴത്തേനും നമുക്ക് സങ്കടം വരും. കാരണം നിങ്ങൾ മാത്രമേ ഉള്ളൂ, അറിയാലോ എൻ്റെ അവസ്ഥ, ആരും ഇല്ല എന്നുള്ള രീതിക്കാണ് പറയുന്നത്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ കേൾക്കുമ്പോൾ തോന്നുന്നുണ്ട് ഇവർക്കിടയിൽ എന്താ വിഷയം എന്നൊന്നും നമുക്കറിയില്ല. നമുക്ക് അതിനെപ്പറ്റി പറയാൻ നമ്മൾ ആളുമല്ല. ദാമ്പത്യമാണ്, പല വിഷയങ്ങളാണ് ദാമ്പത്യ ജീവിതത്തിൽ. ചുമ്മാ നമുക്ക് സാഹിത്യം പറയാം, ദാമ്പത്യത്തിന്റെ അടിസ്ഥാന ഘടകം പരസ്പര വിശ്വാസമാണ്, സ്നേഹമാണ്, അതാണ് ഇതാണെന്ന്. പക്ഷെ അത് ജീവിക്കുമ്പോഴാണ് ഇരു കൂട്ടർക്കും ഓരോ വിഷയങ്ങൾ ഉണ്ടാകുന്നത്. നമ്മൾ പറയുന്നത് ഇന്ന ആളുടെ ഇല്ല കുറ്റം, ഇന്ന ആളുടെ ഇല്ല കുറ്റം, അതൊന്നും പറയാൻ പറ്റത്തില്ല. പക്ഷേങ്കിൽ ഒന്നുണ്ട്, എന്ത് പറഞ്ഞാലും 80% ദാമ്പത്യവും അഡ്ജസ്റ്റ്മെന്റ് എന്ന വാക്കി തൂങ്ങിയാണ് പോകുന്നത്. ആരെങ്കിലും രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യണം. പിന്നെ അത് ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഈ ദാമ്പത്യം എന്ന ചങ്ങല ഒരു ചങ്ങലയായിട്ട് ഉപയോഗിച്ചാൽ അതിൻ്റെ അകത്തെ കണ്ണികളാണ് ഈ കുട്ടികൾ. ഇവർക്കാണെങ്കിൽ 5 കുട്ടികളും ഉണ്ട്. അപ്പൊ ആ കുട്ടികളെ ഓർക്കുമ്പം നമ്മൾ ആ കുട്ടികൾക്ക് വേണ്ടി, അങ്ങനെയാണ് പണ്ടുള്ള ആൾക്കാരെല്ലാം ഈ ഡിവോഴ്സിലേക്ക് എത്തിച്ചേരാതെ മുന്നോട്ട് പോയത്. എന്താ ഇപ്പൊ ഡിവോഴ്സ് കൂടുന്നതിന്റെ കാര്യം എന്ന് വെച്ചാൽ, പണ്ടുള്ളവരെല്ലാവരും അത് കുട്ടികളെ ഓർത്ത് സഹിക്കും. കൂടുതലും സഹിക്കുന്ന സ്ത്രീകളൊക്കെ ആയിരിക്കും, സഹിച്ച് മുന്നോട്ട് പോകും. പക്ഷെ ഇപ്പൊ ഉള്ള ആ സഹനശക്തി സ്ത്രീകൾക്കും കുറവാണ്. ഇപ്പൊ അതിന്റെ ആവശ്യമില്ല, സ്വന്തം വരുമാനം ഉണ്ട്, പിന്നെ ഒരാളെ സഹിക്കേണ്ട കാര്യം എന്താണെന്നുള്ള ഒരു ചോദ്യം അവിടെയുണ്ട്. അപ്പൊ ഈ കുട്ടികളെ ഓർത്ത് ആൾക്കാർ സഹിച്ചു പോകും. അങ്ങനെയാണ് ഈ ദാമ്പത്യം 80% ആൾക്കാരും അഡ്ജസ്റ്റ്മെന്റ് എന്ന വാക്കി തൂങ്ങി ആടുക എന്ന് പറയുന്നതിന്റെ അർത്ഥം. പക്ഷെ ഇപ്പൊ അതിന് ആൾക്കാർ തയ്യാറാവുന്നില്ല. പക്ഷെ ഈ സിലുവിന്റെയും ഇദ്ദേഹത്തിന്റെയും ലൈഫ് കാണുമ്പോൾ ഇവർക്കിടയിൽ ഒരു മധ്യസ്ഥരായിട്ട് നിന്ന് ഇവരുടെ ബന്ധുക്കാരോ ആരുമോ അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ എന്തെങ്കിലുമൊക്കെ വിഷയങ്ങളുണ്ട് ചർച്ച ചെയ്ത് ഇനി അത് ആവർത്തിക്കില്ല, രണ്ടുപേരുടെ കയ്യിൽ നിന്നും അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാം എന്നൊക്കെ പറഞ്ഞൊന്ന് യോജിപ്പിച്ചു കൊണ്ടുവന്ന് നല്ലതായിരുന്നു എന്ന് കാണുമ്പോൾ തോന്നുന്നു. ഇദ്ദേഹം പറയുന്നത് കേട്ടോ, ഇനിയിപ്പോ വിദേശത്തേക്ക് പോവാണ്, ഇതെല്ലാം ബിസിനസ് എല്ലാം ഇട്ടെറിഞ്ഞ് ഒരു എന്തു പറയാ, ഒരു ഫാമിലി നന്നായിട്ട് കത്തി നിൽക്കുന്ന പോലെ നിന്നിരുന്ന ഒരു ഫാമിലി ഒരു വിളക്കണയുന്ന പോലെ പെട്ടെന്ന് അണയുക ചെയ്യുന്നത് കാണുമ്പോൾ നമുക്കൊരു വിഷമമുണ്ട്. പണ്ട് ഞാൻ ഈ ചാനൽ കാണുന്ന കാലത്ത് പുള്ളിക്കാരത്തി ചാനൽ തുടങ്ങിയ കാലത്തൊന്നും വിജയിക്കാതിരുന്നിട്ട് ഈ വീടിന്റെ ഹോം ടൂർ ചെയ്തപ്പോഴാണ്, ഇപ്പൊ ഈ പറയുന്ന ഒരു വീടുണ്ടല്ലോ ഇട്ടിറങ്ങി പോകുന്നില്ലേ സിലു, ആ വീടിന്റെ ഹോം ടൂർ ചെയ്യുമ്പോഴാണ് ആദ്യമായിട്ട് ആ വീഡിയോ വൈറലാകുന്നത്. അതിന് മുന്നേ ചാനൽ തുടങ്ങിയിട്ട് ചാനലെങ്ങും ആരും കാണാനില്ല കിടന്നിട്ട് ഈ ടാസ്ക് ചെയ്യാന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ചാനലുകാർ തമ്മിൽ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് പരസ്പരം വീഡിയോ കാണും, അങ്ങനെ വ്യൂസ് കിട്ടാൻ വേണ്ടി ചെയ്യുന്ന പരിപാടി. അതൊക്കെ തന്നെ അന്നത്തെ കാലത്തൊക്കെ ലോക്ക്ഡൗൺ കാലത്ത് ചാനൽ തുടങ്ങിയവരൊക്കെ ചെയ്തിട്ടുണ്ട്. സിലു അതൊക്കെ തന്നെ ചെയ്തു. എന്നിട്ടൊന്നും ചാനൽ വിജയിച്ചൊന്നുമില്ല. ഒരു ദിവസം ഈ പണിത ഈ വീട് ഇവരെല്ലാവരും കൂടെ താമസിച്ച വീടിന്റെ ഹോം ടൂർ ചെയ്തപ്പോഴാണ് അത് വൈറലായി. അന്ന് തൊട്ട് പിന്നെ പുള്ളിക്കാരത്ത് തന്നെ വീട്ടിൽ ഇരുന്ന് പഠിക്കുകയും വിദ്യാഭ്യാസം നേടുകയും അങ്ങനെയെല്ലാം ചെയ്ത് 17.5 വയസ്സിലെങ്ങാണ്ട് കല്യാണം കഴിഞ്ഞ് അത് കഴിഞ്ഞ് ഡിഗ്രി എടുക്കുകയൊക്കെ ചെയ്യുകയും ഇന്റർവ്യൂ ഒക്കെ വരിക അങ്ങനെയൊക്കെ ചെയ്ത് പുള്ളിക്കാരത്തേക്ക് നല്ല പേരും ഒക്കെ കിട്ടി. ആ ഒപ്പം തന്നെ നല്ല പണവും എല്ലാം കിട്ടി. ഇവര് ശരിക്കും ഈ യൂട്യൂബിൽ നിന്ന് വന്ന് ഒരു വരുമാനം ഉണ്ടാക്കി. അതിന് മുന്നേ സത്യം പറഞ്ഞാൽ ഈ വീട് വെച്ചത് ഇപ്പൊ എല്ലാരും കമന്റ് ഇടുന്നത് യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടി വീട് വെച്ചതാണ്, ആ വീട് വിൽക്കരുത്, മക്കള് ചോദിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അത് നമ്മൾ കാണുന്ന ഒരു കാര്യമല്ലേ. ഒരു യൂട്യൂബ് അതെന്ത് വലിയ വീടും എന്ത് സൗകര്യങ്ങളാണ്. യൂട്യൂബിൽ നിന്ന് മാത്രം പണം കിട്ടിയിട്ട് വീട് വെച്ചാന്നും സ്ഥലം മേടിച്ച് വീട് വെച്ചാന്ന് പറയുന്നത് അതൊന്നും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ഇദ്ദേഹത്തിന്റെ ബിസിനസ്സിൽ നിന്നുണ്ടായിരിക്കാം. എപ്പോഴും സിലുവിന്റെ പുറകിൽ നിന്ന ഒരു വ്യക്തിയാണ്. അതുപോലെ ഒരു പ്രാവശ്യം ഞാൻ ഒരു വീഡിയോ കാണുമ്പോൾ ഇവരുണ്ടല്ലോ, സിലു ഭയങ്കര കരച്ചിലും ബഹളമാണ്. അതെന്താണെന്ന് ചോദിച്ചാൽ 5 കുട്ടികൾ കഴിഞ്ഞ് വേറൊരു കുട്ടിയും കൂടെ ഉണ്ടായി, അത് അബോർഷനായിപ്പോയി. അപ്പൊ ഈ 5ാമത്തെ കുട്ടിക്ക്
അധികം പ്രായമൊന്നും ആയിട്ടില്ല. അതിന് മുന്നേ അടുത്ത് പ്രഗ്നന്റ് ആയിട്ട് അത് അബോർഷൻ ആയി പോയതിന് വേണ്ടി വളരെ കരഞ്ഞു കൂവി വീഡിയോ ചെയ്തിരിക്കുന്നു. അപ്പൊ ആൾക്കാരെ ആശ്വസിപ്പിക്കുന്നുണ്ട്. അതിന്റെ കാര്യം എന്താ, 5 കുട്ടികളില്ല, ആ കൊച്ചിന് വളർച്ചയില്ലായോ, നമ്മുടെ യൂട്രസിലുള്ള കുട്ടികൾക്ക് വളർച്ചയില്ലായോ മറ്റെന്തെങ്കിലും പ്രശ്നമുണ്ട്, പ്രകൃതി തന്നെ അത് അബോർഷനാക്കി കളയും. അങ്ങനെ ഒരു ഇതുണ്ട്. അത് ആ കുട്ടി ഉണ്ടാവാതിരിക്കുന്നതാണ് നല്ലത്. അങ്ങനെ ഒരു ഇതുണ്ട്. അങ്ങനെ പോയതാണായിരിക്കും അതിന് ഇത്ര. വേറൊരിക്കൽ ഞാൻ ഒരു വീഡിയോ കാണുമ്പോൾ ഏതോ ഒരു പൂവാലൻ ഒരു കോഴി നിരന്തരം സിലുവിനെ അതും ഇതും പറഞ്ഞ് ഇങ്ങനെ ശല്യം ചെയ്തുകൊണ്ട് എന്തെല്ലാം ചെയ്തും ബ്ലോക്ക് ചെയ്തിട്ടും ഒക്കെ വേറെ ഐഡിയെന്നൊക്കെ വന്ന് ശല്യം ചെയ്യുന്നത്. പിന്നെ പിന്നെ ഞാൻ കാണുന്നില്ലെന്നായത്. അതുകൊണ്ടൊന്നും അല്ല കാണാതായത്, പിന്നെ ഞാൻ ഫാമിലി വ്ലോഗ് കണ്ടില്ല. എന്താണെങ്കിലും വളരെ ഈ എന്താ പറയുക, വളരെ സ്നേഹത്തോട് മുന്നോട്ട് പോവുകയും ഭാര്യ പറയുന്നതൊക്കെ ഒരു കുറെയെല്ലാം അംഗീകരിച്ചു കൊടുക്കുന്ന ഒരു ഭർത്താവും ഭാര്യയുടെ തൊട്ട് പുറകിൽ നിൽക്കുന്ന പോലത്തെ, അതായത് മുന്നിൽ കയറി നിൽക്കാത്ത ഒരു പാവം ഭർത്താവ്, അത്രേ ടോട്ടലി പറയാവുള്ളൂ. അങ്ങനെയാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. സംസാരിക്കാൻ പോലും ഒരു ഉഷാറില്ലാത്ത പോലെ. ഇന്നിപ്പം ഈ വീഡിയോയിലാണ് ഇദ്ദേഹം ഇതുപോലെ ഒരു എനർജി ആയിട്ട് സംസാരിക്കുന്നത് തന്നെ കാണും. ഇതിലേതാണോ സത്യം എന്നുള്ള അറിയില്ല. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണാം.